പടത്തിലെ എല്ലാം ഓജിയാണ്. ടൈറ്റിൽ കാർഡ് ഓജി, മ്യൂസിക് ഓജി, ഡയറക്ടർ ഓജി, അഭിനയിച്ച വില്ലൻ ഓജി, എല്ലാം ഓജി. ഒരാൾ ഒഴിച്ച് മാത്രം, അതായത് നമ്മുടെ പവൻ കല്യാൺ സാർ. പുള്ളി മാത്രം ഇതിനകത്ത് എന്താ കാണിച്ചു വെച്ചേക്കണം ഒരു പിടുത്തമില്ല. കാര്യം പറഞ്ഞ പുള്ളീനെയാണ് ദേ കോൾ ഹിം ഓജി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഓജി എന്നുള്ള പേര് മാറ്റി വേറെ വല്ലതും വിളിക്കേണ്ട വരും പുള്ളീനെ. തമിഴിനകത്തൊന്നും പറയാനില്ല. പടം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ ഒരേ പെരുപ്പിക്കില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് രോമാഞ്ചം, രോമൊക്കെ ചുമ്മാ എണീറ്റ് അമ്മാതിരി സാധനം. അതുപോലെ തന്നെയാണ് ഡയറക്ടറും ചത്ത് കിടന്ന് പണിയെടുത്തിട്ടുണ്ട്. കത്തിക്ക് കുത്തിയാൽ പോലും മുഖത്ത് എക്സ്പ്രഷൻ വരാത്ത ഒരുത്തിനെ പിടിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് അവനെ ഒരു ട്രോൾ വസ്തു ആക്കാതിരിക്കാൻ ആ ഡയറക്ടർ മാക്സിമം പണിയെടുത്തിട്ടുണ്ട്. അങ്ങേര് പറ്റാവുന്ന രീതിയിലൊക്കെ ഇയാൾക്ക് നല്ലൊരു മാസ് സീൻസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ചില സീൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീപ്പൊരി സീൻസ്. ഇമ്രാൻ ഹാഷ്മി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില്ലൻ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും തന്നെ പറയാനില്ല. പിന്നെ പ്രിയങ്ക മോഹൻ കാര്യമൊന്നുമില്ല, വെറുതെ ഒരു റോള് അത്രേ ഉള്ളൂ. സുദേവ് നായരും വില്ലനായിട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിയും ചെയ്തിട്ടുണ്ട്. തമൻ്റെ കേസ് എടുത്തു പറയേണ്ടതാണ്. ഡാക്കു മഹാരാജന് ശേഷം അറിഞ്ഞ് ചെയ്തൊരു പടമാണ്. പടം തുടങ്ങുമ്പോൾ തൊട്ട് ടൈറ്റിൽ കാർഡ് തൊട്ട് അവസാനം വരെ നല്ല കിഡിലൻ സ്കോറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ സ്കോർ കേൾക്കാൻ വേണ്ടി മാത്രം ഈ പടം ഒരു തവണ ഇരുന്നതാണ്. അത്രയും കിഡിലൻ സ്കോറിംഗ് ആണ് പുള്ളിയുടെ. അതിനനുസരിച്ചുള്ള സീൻസും ഡയറക്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു നോർമൽ തെലുങ്ക് പടം പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഈ മ്യൂസിക് ഡാക്കു മഹാരാജ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഒന്ന് കണ്ടു നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.